തിരൂരിൽ മലയാളം സർവകലാശാലയ്ക്ക് ഇടതുപക്ഷ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ എക്സ്പേർട്ട് കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായി നാട്ടുകാരുടെ പരാതി ഉണ്ടായിരുന്നു. സ്ഥലം MLA സി മമ്മൂട്ടിയുടെ ആക്ഷേപം ഉണ്ടായിരുന്നു. അന്ന് നാട്ടുകാർ ഉയർത്തിയ പരാതി ഈ ഭൂമി നിർമ്മാണയോഗ്യമായ ഭൂമിയല്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭൂമിക്ക് നാട്ടുവില അനുസരിച്ച് 10,000 രൂപ മുതൽ 20,000 രൂപ വരെ മാത്രമേ മതിപ്പ് വിലയുള്ളൂ എന്നും ആക്ഷേപമായി ഉന്നയിച്ചിരുന്നു. അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് ഈ ഭൂമി നിർമ്മാണയോഗ്യമാണ്, സർവകലാശാലയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്, അതുകൊണ്ട് തന്നെ ഉയർന്ന വില കൊടുക്കുന്നതിന് തടസ്സമില്ല എന്നായിരുന്നു. 1,60,60,000 രൂപക്കാണ് ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്തത്. മതിപ്പ് വില 20,000 രൂപ വരെ മാത്രമുള്ള ഒരു ഭൂമി 1,60,60,000 രൂപക്കാണ് സർക്കാർ ഏറ്റെടുത്തത്. 17,65,00,000 രൂപയാണ് ഈ ഭൂമിക്ക് മൊത്തം വില നിശ്ചയിച്ചത്. ഇനി ആരുടേതാണ് ഈ ഭൂമി എന്ന് പരിശോധിക്കുമ്പോഴാണ് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒന്ന്, തിരൂർ MLA, ഭരണകക്ഷി MLA, ഇടതുപക്ഷ MLA വി അബ്ദുറഹ്മാന്റെ ബന്ധുക്കൾ. 2, തിരൂരിൽ താനൂർ MLA വി അബ്ദുറഹ്മാന്റെ ബന്ധുക്കൾ. 2, തിരൂരിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂർ, അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെയും ഭൂമി. ഇത് ബന്ധുക്കളുടെ ഭൂമിയാണ് എന്ന് വെറുതെ ഒരു ആക്ഷേപമായി ഉന്നയിക്കുകയല്ല. സർക്കാർ വിവരാവകാശ പ്രകാരം നൽകിയ മറുപടിയിൽ ആരൊക്കെയാണ് ഇതിന്റെ നെഗോഷിയേഷനിൽ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി നെഗോഷിയേഷൻ നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോ അതിനകത്ത് മറുപടിയായി പറഞ്ഞത്, ഒന്നാമത്തെ ആൾ പന്നിക്കണ്ടത്തിൽ അബ്ദുൽ ജലീൽ. കൃത്യമായി രേഖയുണ്ട്. ഈ പന്നിക്കണ്ടത്തിൽ അബ്ദുൽ ജലീൽ എന്ന് പറഞ്ഞാൽ തിരൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂറിന്റെ ജ്യേഷ്ഠനാണ്. മറ്റൊന്ന്, രണ്ടാമത്തെ ആൾ പന്നിക്കണ്ടത്തിൽ അബ്ദുൽ ഗഫൂർ, അതാണ് ഈ ലില്ലീസ് ഗഫൂർ, തിരൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. മൂന്നാമത്തെ ആൾ ഹബീബ് റഹ്മാൻ, അദ്ദേഹം താനൂർ MLA വി അബ്ദുറഹ്മാന്റെ ജ്യേഷ്ഠന്റെ മകനാണ്. ജ്യേഷ്ഠൻ ഡോക്ടർ കുഞ്ഞാമുട്ടിയുടെ മകനാണ് ഹബീബ് റഹ്മാൻ. മറ്റൊന്ന് നിയാസ്. ഈ നിയാസും താനൂർ MLA വി അബ്ദുറഹ്മാന്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് കുട്ടിയുടെ മകനാണ്. മറ്റൊന്ന് സലാം. ഈ സലാം ഗഫൂറിന്റെ അനിയനാണ്. മറ്റൊന്ന് ജംഷീദ്, തിരൂർ സ്ഥാനാർത്ഥി ഈ പറഞ്ഞ ഗഫൂറിന്റെ അനിയനാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെയും, താനൂർ MLA വി അബ്ദുറഹ്മാന്റെ ബന്ധുക്കളുടെ ഈ ഭൂമിയാണ്, കേവലം 20,000 രൂപ മാത്രം വിലയുള്ള ഈ ഭൂമിയാണ് 1,60,60,000 രൂപക്ക് ഈ സർക്കാർ വാങ്ങിയിട്ടുള്ളത്. ഇനി ഇത് സംബന്ധിച്ച് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ ഇക്കഴിഞ്ഞ മാസം
16-ാം തീയതി ജൂലൈ 16-ന് എക്സ്പെർട്ട് കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ് എന്റെ കയ്യിലുള്ളത്. അതിനകത്ത് കൃത്യമായി 28 സർവേ നമ്പറിലാണ് ഈ ഭൂമി ഉള്ളത്. 28 സർവേ നമ്പറിൽ 24 CRZ പരിധിയിൽ വരുന്നതാണ്. അതിനകത്ത് 20 CRZ 3 ആണ്, നോൺ ഡെവലപ്മെന്റ് സോണാണ്. നോൺ ഡെവലപ്മെന്റ് സോൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു കൺസ്ട്രക്ഷനും അവിടെ നടത്താൻ പാടില്ല. ഈ മരട് ഫ്ലാറ്റ് പൊളിച്ചു കളഞ്ഞത് ഈ CRZ 3 ഉൾപ്പെടുന്നതായതുകൊണ്ടാണ്. കോടതി വിധിയിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. CRZ പരിധിയിൽ വരുന്ന നോൺ ഡെവലപ്മെന്റ് സോണിൽ വരുന്ന ഭൂമിയാണ് എന്ന് എക്സ്പെർട്ട് കമ്മിറ്റി കോടതിയിൽ സമർപ്പിച്ച, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമിയിൽ യാതൊരു തരത്തിലുള്ള കൺസ്ട്രക്ഷനും നടത്താൻ സാധിക്കില്ല. 17,65,00,000 രൂപ നിശ്ചയിച്ച ഈ ഭൂമിക്ക് 9 കോടി ഇതിനകം കൊടുത്തു കഴിഞ്ഞു. ശ്രീ KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായതിനു ശേഷമാണ് ഈ എതിർപ്പുകളൊന്നും വകവെക്കാതെ പണം അനുവദിച്ചത്. അദ്ദേഹം 24/2/2019 എഴുതിയ നോട്ട് എന്റെ കൈവശമുണ്ട്. ഇതിനകത്താണ് 17,65,00,000 രൂപ കൊടുക്കണം എന്ന് മന്ത്രി KT ജലീൽ ആവശ്യപ്പെടുന്നത്. ക്യാബിനറ്റിന് മുമ്പാകെ സമർപ്പിച്ച മിനിറ്റ്സിന്റെ കോപ്പിയാണ്. അതിനെ തുടർന്നാണ് ഫിനാൻസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി 9 കോടി രൂപ അനുവദിക്കാൻ വേണ്ടി 17/5/2019 9 കോടി രൂപ അനുവദിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. സാധാരണ ഒരു ഭൂമി സർക്കാർ അക്വിസിഷൻ നടത്തിയാൽ അതിന് പാർട്ട് പേയ്മെന്റ് കൊടുക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊടുക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ഇടപാടല്ല ഇത്. എത്രയും പെട്ടെന്ന് പണം കൊടുക്കുക, എന്നിട്ട് ഈ ഭൂമി ഇടപാടിനെ സാധൂകരിക്കുക. ഇപ്പോ ഏറ്റവും ഒടുവിൽ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ബാക്കിയുള്ള പണം കൂടി അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നു ഈ കോവിഡ് കാലത്ത്. കാരണം ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, ഭരണം മാറും എന്ന് UDF അധികാരത്തിൽ വരുമെന്ന് ഇടതുപക്ഷ മുന്നണി പോലും വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ മുമ്പ് ഈ പണം മുഴുവൻ കൊടുത്തു തീർക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി പണം ചെലവാക്കണം, മത്സരിക്കുന്നവർക്ക് പണം വേണം. അതിന് ഈ കുറെ റിയൽ എസ്റ്റേറ്റ് മാഫിയയെ ഇവർ മത്സരിപ്പിക്കുന്നു, അവരുടെ ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങുന്നു. ഇതിൽ നിന്ന് എത്ര രൂപ മന്ത്രി KT ജലീലിന് ലഭിച്ചു, എത്ര രൂപ CPM-ന് ലഭിച്ചു എന്ന് മാത്രമാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. അതറിയണമെങ്കിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കണം. ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഇപ്പോൾ അനുവദിച്ച 9 കോടി രൂപ എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കണം. കാരണം ഈ കോടതി വിധിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ കോടതി വിധിയിൽ വളരെ വ്യക്തമായി പറയാണ്, as per the expert committee report, most of the areas fall under the coastal regulation zone, including no-development zone and regulatory zone, and some of the areas are within the buffer zone, where as per the CRZ notification, no activity can be possible. ഒന്നും നടക്കില്ല, ഒരു ആക്ടിവിറ്റിയും ഒരു നിർമ്മാണവും അവിടെ നടക്കില്ല. പിന്നെയോ, ലാൻഡ് കൗൺസിൽ അപ്പിയറിംഗ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് as well as Kerala Coastal Zone Management Authority had also submitted that major portion of the land proposed to be acquired are falling either within the no development zone or under the buffer zone. According to land council, some of the areas are falling under buffer zone and some of the areas falling under no development zone. That is made clear in the expert committee report. കോടതി വിധിയാണ്, ആർക്കും പരിശോധിക്കാവുന്നതാണ്. NGTയുടെ വിധിയാണ്. എല്ലാ ആക്ടിവിറ്റിയും എല്ലാ റിപ്പോർട്ടും പരിശോധിച്ചതിന് ശേഷം നൽകിയ കോടതി വിധിയാണ്. ഈ സർക്കാർ ആരെയാണ് കബളിപ്പിക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്?
അതുകൊണ്ട് അടിയന്തരമായി ഇതിനകം അനുവദിച്ച 9 കോടി തിരിച്ചു പിടിക്കണം. ഈ നാട്ടിലെ സാധാരണക്കാരൻ നികുതി പണം കൊടുക്കുന്ന പണമാണ്. എന്നാൽ ഈ വിധിയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പൊ പുതിയ റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. 21/5/2020 ഹയർ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എഴുതിയ കത്താണ്. ബാക്കി പണം കൂടി അനുവദിക്കണം എന്നാണ് ഇതിനകത്ത് സർവകലാശാലയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. റിയൽ എസ്റ്റേറ്റ് മാഫിയ, സ്വർണ്ണ കള്ളക്കടത്തുകാര്, തട്ടിപ്പുകാര്, കൃത്യമായി പറഞ്ഞാൽ ഒരു തട്ടിപ്പ് സംഘം ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തെളിവ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന് ഈ റിയൽ എസ്റ്റേറ്റ് ലോബിയോടൊക്കെ കൃത്യമായ കടപ്പാടുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ പണം വേണം. മലപ്പുറം ജില്ലയിൽ പാർട്ടിക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് ലോബിയാണ്. കോഴിക്കോട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘമാണെങ്കിൽ മലപ്പുറത്ത് റിയൽ എസ്റ്റേറ്റ് ലോബി. അപ്പൊ അവരുടെ ആവശ്യത്തെ തള്ളാൻ കഴിയില്ല. അതിന്റെ ഇടനിലക്കാരനായി മന്ത്രി കെ ടി ജലീൽ നിൽക്കുകയാണ്. വളരെ കൃത്യമായ തെളിവുകളാണ്. എന്നിട്ട് വെല്ലുവിളിയാണ് മാധ്യമ പ്രവർത്തകരെ, മാധ്യമങ്ങളെ. എന്തും ചെയ്യാം എന്ന ധിക്കാരമാണ് ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമുള്ളത്. ഇക്കാര്യമാണെന്ന് പ്രധാനമായി മാധ്യമങ്ങളുടെ മുമ്പാകെ അറിയിക്കാനുള്ളത്. ഇതിനകത്ത് ഒരു അലി എന്ന നാട്ടുകാരൻ ഉൾപ്പെടെ, അലി ഉൾപ്പെടെയുള്ള ഒട്ടനവധി ആളുകളാണ് പരാതി കൊടുത്തത്. നേരത്തെ മുഖ്യമന്ത്രിക്ക് സ്ഥലം MLA സി മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പരാതി കൊടുത്തിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിൽ അദ്ദേഹം പിന്നെ ശ്രീ പിണറായി വിജയൻ മറുപടി കൊടുത്തത് പരാതി അന്വേഷിക്കുന്നുണ്ടെന്നാണ്. ഒരു അന്വേഷണവും ഇല്ല, ഒരു അന്വേഷണം നടത്തില്ലല്ലോ. കാരണം ഇതൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഏർപ്പാടാണല്ലോ. ഇപ്പൊ കോടതിയിൽ കൊടുത്തിരിക്കുന്ന പരാതി അലിയാണ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലില്, സോറി അസൈനാർ, അലിയല്ല അസൈനാർ ഷർജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതിയിലാണ് ഇപ്പോ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ എക്സ്പെർട്ട് കമ്മിറ്റി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ വെച്ച എക്സ്പെർട്ട് കമ്മിറ്റിയാണ്. അല്ല, ഇതിനകത്ത് ഒന്ന് നിയമപരമായ കാര്യങ്ങൾ നിയമപരമായ മാർഗത്തിലൂടെ പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ ബന്ധു നിയമനം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ആരോപണത്തിൽ ഒടുവിൽ നിയമിക്കപ്പെട്ട ബന്ധുവിന് രാജിവെച്ച് പോകേണ്ടി വന്നു. മാത്രമല്ല, വാങ്ങിയ ശമ്പളം മുഴുവൻ സർക്കാരിലേക്ക് തിരിച്ചടച്ചു. കേസ് ഇപ്പോൾ ലോകായുക്തയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ കോടതികളുടെ ഒരു നടപടിക്രമങ്ങൾ കാരണം വൈകി പോവുകയാണ്. നീതി പെട്ടെന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, അഴിമതി നിരോധന നിയമത്തിലെ ഭേദഗതി നടത്തിയത് കൊണ്ട് വിജിലൻസിനൊന്നും സർക്കാരിന് അനുമതിയില്ലാതെ അന്വേഷിക്കാനും കഴിയുന്നില്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു അമെന്റ്മെന്റ് ഏറ്റവും അധികം ഗുണം ലഭിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനാണ്. പക്ഷെ ജനങ്ങളുടെ കോടതിയിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിയമപരമായ മാർഗത്തിലൂടെ പോകുമ്പോൾ തന്നെ ഏറ്റവും വലിയ കോടതി ജനകീയ കോടതിയാണ്. ജനങ്ങളുടെ മാൻഡേറ്റ് ഇല്ലാതെ ഒരു സർക്കാരിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ജനകീയ കോടതിയിൽ സർക്കാർ പരാജയപ്പെടുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കോടതിയിൽ എത്ര കണ്ട് ഈ കേസ് വൈകിപ്പിച്ചാലും കൃത്യമായി നടക്കുന്ന ജനങ്ങളുടെ വിധി ഈ സർക്കാരിനെതിരാകുമെന്ന പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് ജനങ്ങളെ ഇക്കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോന്ന് അറിയില്ല. അല്ലെങ്കിൽ നടപടി എടുക്കേണ്ടതാണ്. കാരണം കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഹാൻഡ് ബുക്കിലെ പറയുന്ന പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടാണ് വിദേശ സഹായം സ്വീകരിച്ചത് എന്ന്
ഇപ്പൊ തെളിവുകളടക്കം ലഭിച്ചിരിക്കുകയാണ്. മന്ത്രി തന്നെ ആ തെളിവുകൾ പുറത്തുവിട്ടു. ഇനി അതിന്റെ മറവിൽ സ്വർണം കടത്തിയിട്ടുണ്ടോ എന്ന കാര്യം മാത്രമാണ് അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതുള്ളത്. കേന്ദ്ര സർക്കാരിന് പോലും നടപടിയെടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇവര് ഏതെങ്കിലും തരത്തിൽ നേരത്തെ ലാവ്ലിൻ കേസിലും ഇതുപോലെ ഒരു ഒത്തുതീർപ്പ് ഉണ്ട് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. പുറമെ ശത്രുക്കള് എന്ന ഭാവം നടിക്കുകയും അകത്ത് അനിയൻ ബാബ ചേട്ടൻ ബാബ കളിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അത് അന്വേഷണത്തിലൂടെ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നടപടിയിലൂടെയാണ് വ്യക്തമാകേണ്ടത്. തെളിവുകൾ കൃത്യമായി മുമ്പിലുണ്ട്. സാധാരണ ഉദ്യോഗസ്ഥരെ നടപടി എടുത്തു. സാധാരണ ഉദ്യോഗസ്ഥനല്ല, IAS ആയിരുന്ന ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യാൻ 2 കാരണം പറഞ്ഞു. അതിനകത്ത് ഒന്ന്, ഈ കോൺസുലേറ്റുമായി ഫ്രീക്വന്റ് കോണ്ടാക്ട് ഉണ്ടെന്നാണ്. ഈ കോൺസുലേറ്റുമായി ഫ്രീക്വന്റ് കോണ്ടാക്ട് ഉള്ള ആളാണ് മന്ത്രി. അദ്ദേഹത്തിന്റെ വാട്സപ്പില് അദ്ദേഹം തന്നെ ആ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടു. അദ്ദേഹം പറഞ്ഞത് ആദ്യം പറഞ്ഞത് എന്താ, അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നല്ലേ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ, 4000 കിലോഗ്രാമുള്ള കണ്ടെയ്നർ ലോറിയിൽ കൊണ്ടുവന്ന സാധനം ഒന്ന് മലപ്പുറം ജില്ലയിൽ കൊണ്ടുപോയിട്ട് സംസ്ഥാനം ബാംഗ്ലൂരിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അതിന് കൃത്യമായി മലപ്പുറം ജില്ലയിലെ പാർട്ടിയാണ് നമ്മൾ മെയിനായിട്ട് കണ്ടാൽ അതിന് കൃത്യമായിട്ട് അന്വേഷിക്കാൻ പറ്റും. ഇത് സ്വന്തമാണോ കൊണ്ടുവരുന്നത് മതഗ്രന്ഥാണെന്നുള്ളത് അറിയില്ല. കാരണം അല്ല, ഒന്നാമത് ഈ 4000 കിലോന്റെ മതഗ്രന്ഥം മലപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒരിക്കലുമില്ല. ഇന്ത്യയിലേക്ക് ഇഷ്ടമായി AT ജലീലിന് കുറച്ച് മതഗ്രന്ഥങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിലെ മതസംഘടനയോട് ചോദിച്ചപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെയാണ് അതിനുവേണ്ടി ബന്ധപ്പെടേണ്ടത്. സത്യത്തിൽ മുസ്ലിങ്ങളെ മുഴുവനും അപമാനിക്കുകയാണ് AT ജലീൽ ചെയ്തത്. ബോക്സ് പരിശോധിച്ചു എന്നാ പറയുന്നത്. എത്ര ബോക്സ് പരിശോധിച്ചിട്ടുണ്ട്? മന്ത്രി എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നത് വളരെ വ്യക്തമാണ്. കാരണം ഈ ആരോപണം പുറത്തു വന്നപ്പോൾ അല്ലെങ്കിൽ മന്ത്രി എന്താ പറയേണ്ടത്? മന്ത്രി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർബാധം അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും അതിനുവേണ്ടി ആവശ്യപ്പെടുകയും വേണ്ട. മന്ത്രി തന്നെ ആവശ്യപ്പെടണ്ടേ? ഞാൻ കബളിപ്പിക്കപ്പെട്ടു, ഞാൻ വഞ്ചിക്കപ്പെട്ടു, അന്വേഷണം നടത്തണം എന്നല്ലേ മന്ത്രി പറയേണ്ടത്? അതിന് പകരം മന്ത്രി എന്താ പറഞ്ഞത്? അന്വേഷിക്കരുത്, അറബ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം തകർന്നു പോകും, ഇത് ഖുർആനാണ്, അതിൽ തൊട്ട് കളിക്കരുതെന്നാണ്. അപ്പൊ മന്ത്രിക്ക് എന്തോ ഒളിച്ചു വെക്കാനുണ്ട്. ഈ 4000 കിലോ ഇത്രയും ബോക്സുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ദുരൂഹതയുണ്ട്. മതഗ്രന്ഥങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിലെ മതസംഘടനകൾ എത്തിച്ചു കൊടുക്കില്ലേ? എന്തിനാ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരിയെ അതിനുവേണ്ടി സമീപിച്ചത്? മന്ത്രി മറുപടി പറയണം. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ആക്ഷേപിക്കല്ല വേണ്ടത്. എന്ത് ദാർഢ്യത്തിലാണ് അദ്ദേഹം മറുപടി പറയുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അങ്ങനെ സംശയിക്കാവുന്ന എല്ലാ ന്യായീകരണങ്ങളും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ മറവിൽ സ്വർണം കടത്തിയവർക്കാണോ പിന്നെ ഈ മതഗ്രന്ഥത്തിൽ അത് സ്വപ്ന സുരേഷനും കൂട്ടർക്കും? കേസ് പിൻവലിച്ചെന്നൊക്കെ ഉള്ളത് തെറ്റായ വാദമാണ്. കേസ് ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് പിൻവലിച്ചാണ്. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, പിൻവലിച്ചിട്ടില്ല. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകായുക്തയിൽ കേസ് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോ സത്യമായിട്ട് ജലീൽ സ്വർണം കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടില്ല. തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ സംഘം നടത്തിയ ഈ ഇടപാടുകളൊക്കെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. സ്വപ്ന സുരേഷും കൂട്ടരും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഖുർആൻ എത്തിച്ചു കൊടുത്തിട്ട് അവർ കുറച്ച് മതഗ്രന്ഥങ്ങൾ പിന്നെ പാരായണം ചെയ്യട്ടെ എന്ന് ഉദ്ദേശിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ആ സംശയത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. അത് ജലീലിന്റെ ന്യായീകരണത്തിലൂടെ കൂടുതൽ വ്യക്തമായി. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറവിൽ സ്വർണം കടത്തിയിട്ടുണ്ട് എന്ന സംശയത്തിന് ആധികാരികത നൽകുന്ന മറുപടിയാണ് ജലീൽ നൽകിയത്. അതുകൊണ്ടാണ് ഈ സംശയം ഉന്നയിക്കുന്നവരെയൊക്കെ ചീത്ത വിളിക്കാണ് മന്ത്രി ചെയ്യുന്നത്. മാത്രമല്ല മതവുമായി കൂട്ടിച്ചേർക്കാണ്. എന്തിനാ ഇതിനകത്തേക്ക് മതത്തെ വലിച്ചു കിടക്കുന്നത്? മതവിശ്വാസികൾ എന്ത് തെറ്റ് ചെയ്തു? മതഗ്രന്ഥം എന്ത് തെറ്റ് ചെയ്തു? ആ മതഗ്രന്ഥങ്ങൾ തന്നെ തിരിഞ്ഞു കുത്തുകയാണ് ജലീലിനെ. ഒരു കാലത്ത് ആ മതഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. അന്ന് പറഞ്ഞ കള്ളങ്ങളൊക്കെ ഇപ്പോ അദ്ദേഹത്തെ തിരിഞ്ഞു കുത്തുകയാണ്. അതുകൊണ്ടാണ് മതഗ്രന്ഥം പോലും ജലീലിനെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഈ
ലീഗിൽ നിന്ന് വന്നയാളായതുകൊണ്ട് ജലീലിന് ചില ദുശീലങ്ങളുണ്ടെന്ന് കോടിയേരി വിട്ടുപോയത് അതിലൊന്ന് പ്രതികരിക്കാം. അങ്ങനെ ദുശീലങ്ങൾ ഉള്ളതുകൊണ്ടാണോ അദ്ദേഹം സ്വീകരിച്ചെന്ന് കോടിയേരി മറുപടി പറയട്ടെ. ദുശീലങ്ങൾ ഈ മുസ്ലിം ലീഗിൽ ദുശീലങ്ങളുള്ള ആളെ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണോ CPM എന്നുള്ളത് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കണം. അപ്പൊ ആകെ ദുശീലമുള്ള ഒരാള് അദ്ദേഹം ആയിരുന്നു എന്നും അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയല്ലോ. സന്തോഷം. പിന്നെ ലീഗിൽ നിന്ന് പോയതുകൊണ്ടുള്ള ദേഷ്യം തീർക്കാനെന്നാണ് പുള്ളി എപ്പോഴും പറയുന്ന ഒരു കാര്യം. ഞങ്ങൾക്ക് അദ്ദേഹത്തോട്, കാരണം ഞങ്ങൾ അദ്ദേഹത്തെ ഒരു വലിയ ശത്രുവായിട്ട് തന്നെ കാണുന്നില്ല. മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു വലിയ പാർട്ടി, അദ്ദേഹത്തെക്കാൾ വലിയ നേതാവ് പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ട്, ഇബ്രാഹിം സുലൈമാൻ സാഹിബ് പോലെ. ഞങ്ങള് 51 വെട്ടും വെട്ടിയിട്ടില്ല, അവരാരെയും ആക്രമിച്ചിട്ടുമില്ല. CPM ഒക്കെ ആയിരുന്നെങ്കിൽ എന്താണ് ചെയ്യാന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തെ ഒരു ശത്രുവായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ കള്ളത്തരം കാണിച്ചാൽ പറയാതിരിക്കാൻ കഴിയില്ല. അഴിമതി നടത്തിയാൽ അത് പുറത്തു പറയാതിരിക്കാൻ പറ്റില്ല. സ്വജനപക്ഷപാതം നടത്തിയാൽ മിണ്ടാതിരിക്കാൻ കഴിയില്ല. പണ്ടങ്ങോ ലീഗായിരുന്നു എന്ന് കരുതിയിട്ട് ഇതൊക്കെ മൗനം പാലിച്ച് ഇതിന് കൂട്ടുനിൽക്കണം എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. കോടികളുടെ അഴിമതിയാണ് ഇതിനകത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഇലക്ഷന് വേണ്ടിയുള്ള കോപ്പ് കൂട്ടുകയാണ്. പരമാവധി പണം സമ്പാദിച്ചു വെക്കുക, എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ജയിച്ചു കഴിഞ്ഞാൽ, ജയിച്ചാലും തോറ്റാലും, ജയിച്ചോണ്ടല്ലോ, തോറ്റാൽ ഇത് പാർട്ടി കൊടുക്കുന്ന ഒരു ഓഫറാണ്. ജയിച്ചാലും തോറ്റാലും ഓഫർ. തോറ്റാൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 10,000 രൂപ സ്ഥലം ഉണ്ടെങ്കിൽ സർക്കാർ വാങ്ങിക്കും ലക്ഷങ്ങൾ കൊടുത്തിട്ട്. ജയിച്ചാൽ ഉയർന്ന സ്ഥാനങ്ങൾ, മന്ത്രിസ്ഥാനം, ഇതൊക്കെ ഓഫറാണ്. ഈ രീതിയിലാണ് CPM മുന്നോട്ട് പോകുന്നത്. പാർട്ടി പ്രവർത്തകർ ഇതിനൊക്കെതിരെ ശബ്ദിക്കേണ്ട സമയമായിരിക്കുന്നു. പാർട്ടിക്കകത്ത് ഇതിനൊക്കെതിരെ വലിയ വിമർശനമുണ്ട് എന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. തോമസ് ഐസക്കിന്റെ പ്രസ്താവനയും സുധാകരന്റെ പ്രസ്താവനയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. പാർട്ടി പ്രവർത്തകർക്ക് അമർഷമുണ്ട്. പക്ഷെ അത് തുറന്നു പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പാർട്ടി പ്രവർത്തകർ ഇനിയെങ്കിലും ഈ പാർട്ടി നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. ഞങ്ങൾക്ക് CPM നശിച്ചു പോകണം എന്ന ആഗ്രഹമൊന്നുമില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് CPM ഉം BJP-യും ഒക്കെ പ്രഖ്യാപിച്ചതുപോലെ CPM മുക്ത കേരളം എന്നൊന്നും ഞങ്ങളാരും ഇക്കാലം വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പാർട്ടി ഈ പോക്ക് പോയാൽ അവര് തന്നെ, ഇപ്പോ ഇതിൽ നേതൃത്വം കൊടുക്കുന്നവർ തന്നെ അതിന്റെ ശവമടക്ക് നടത്തും എന്നുള്ളതാണ് ഇപ്പൊ വ്യക്തമാകുന്നത്. ജലീലിന്റെ ബന്ധുക്കൾക്ക് സംബന്ധമുണ്ടായിരുന്നു. ഈ അഴിമതിയില് ജലീലിന്റെ ബന്ധുക്കളൊന്നും ഉൾപ്പെട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി ഉണ്ടോന്ന് അറിയില്ല. അതുകൊണ്ട് ഇനി അറിയാനുള്ളൂ. ഇപ്പൊ വെച്ച് നോക്കുമ്പോ ഒരുവിധപ്പെട്ട എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. ജലീലിന് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. ബന്ധം, രക്തബന്ധം ഉണ്ടോന്ന് അറിയില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.